ഹായ് ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് ഫ്രൈ ആണ്. അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ റോഷ്നി. അപ്പം ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു പാത്രത്തിലേക്ക് നന്നായി കഴുകി ഡിവൈൻ ചെയ്ത പ്രോൺസ് ഇടാം. ഇനി ഇത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ നോർമൽ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം, അത്ര എടുക്കുന്നുള്ളൂ. ഇതാകെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, അതുകൊണ്ട് 1/4 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മസാല നന്നായിട്ട് ഈ ചെമ്മീനിൽ പിടിക്കണം. അപ്പം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും. നമുക്കൊരു ശകലം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാരിനേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ടൊരു ചെറിയ കറിവേപ്പില തണ്ടും കൂടി ഇടാം. ഗ്യാസ് സ്ലിമ്മിലേക്ക് ആക്കിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായിട്ട് ഇടുക. ധൃതി പിടിക്കേണ്ട, പയ്യെ സാവകാശം ടൈം എടുത്ത് ഇട്ടാൽ മതി. ഇങ്ങനെ ഇത് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 3 അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതൊരു റബ്ബറി സ്ട്രക്ചറിലേക്ക് മാറുമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം 4 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അത്രയും മതി. നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇത് 2 തവണ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീയാണെങ്കിൽ ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്നാക്സ് ആയിട്ട് ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു.